ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇത് ഒരു സൺഡേ ഞങ്ങൾ എവിടേക്ക് പോയിരുന്നു? വിക്രമിൻ്റെ അമ്മയുടെ അവിടെ പോയിരുന്നു കേട്ടോ. അമ്മയുടെ വീട്ടിലേക്ക് പോയിരുന്നു. ആക്ച്വലി ലഞ്ച് കഴിക്കാനായിട്ട് അമ്മയുടെ അടുത്ത് പോയി ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അമ്മയുടെ വീട്. അപ്പോൾ ഇതാ അവിടെ ആടൊക്കെ ഉണ്ട്, അമ്മ ആടിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ 1-2 ആടൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇത് റബ്ബറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ല ഒരു സ്ഥലമാണ് അവിടെ. അപ്പോൾ ഒരു സൺഡേ അങ്ങനെ അമ്മയുടെ അടുത്ത് പോയിട്ടുള്ളൊരു കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതാണ് ഇത്രയും സ്ഥലം ഫുള്ളും റബ്ബർ വെച്ചിരിക്കുകയാണ് അവിടെ. ഇത് എന്താ പറയുക, കാരൂർ നമ്മുടെ ചാലക്കുടി, അതായത് വെള്ളാങ്കല്ലൂർ ചാലക്കുടി പോണ ആ റൂട്ടിലാണ് കേട്ടോ ഈ ഒരു സ്ഥലം വരുന്നത്. പിന്നെ എന്താ വേറെ വിശേഷം? അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വൈകിട്ട് പോയിരുന്ന സമയത്ത്, അതൊരു 4 മണി 5 മണിക്ക് 4 മണിക്ക് ഉണ്ടാവും. ആ സമയത്ത് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ വീനസ് ഹോട്ടൽ, ഞങ്ങൾ സ്ഥിരമായിട്ട് ഹോട്ടൽ പോണത് ഈ ഹോട്ടലിലാണ്. അപ്പോൾ അവിടെ നിന്നൊരു ഞാനൊരു എനിക്ക് മസാല ദോശ കഴിക്കണം തോന്നി. അപ്പോൾ ഞാൻ മസാല ദോശയും, അപ്പോൾ അനുവിന് എന്താ പറയുക, അവന് പൊറോട്ട ചിക്കൻ വേണം. അപ്പോൾ അത് അവർ കഴിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഉള്ളിൽ. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു സിനിമയ്ക്ക് പോകാമെന്ന് കരുതി. അപ്പം ഞങ്ങളിങ്ങനെ ദോശ കഴിക്കുന്ന സമയത്താണ് ഇങ്ങനെ ആലോചിച്ചത് സിനിമയ്ക്ക് പോയാലോ എന്നുള്ളത്. അപ്പോൾ വാഴ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മൂവി കാണാനായിട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടിക്കറ്റ് നോക്കിയപ്പോൾ ഒരുവിധം നല്ല അഭിപ്രായം ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ കുറേയൊക്കെ ബുക്കിങ്ങൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ വിക്രമിനോട് പറഞ്ഞു വേഗം ബുക്ക് ചെയ്തോ, അല്ലെങ്കിൽ ഇന്ന് സൺഡേയും കൂടിയാണ്, അപ്പോൾ ചിലപ്പോൾ നമുക്ക് സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ വേഗം ഓൺലൈനിൽ ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഓൺലൈനിൽ ബുക്ക് ചെയ്തു ആൾ. അപ്പം ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുന്നത് വാഴ കാണാനായിട്ട്. രാത്രി 10 മണിക്കായിരുന്നു ഷോ. നമ്മൾ പോയത് ചെമ്പകശ്ശേരിയല്ല, തൊട്ടപ്പുറത്ത് തന്നെ ഒരു മാസമുണ്ട്. അവിടെയും നമ്മൾ 2 തിയേറ്ററിലാണ് മെയിനായിട്ട് പോകുന്നത്. ചെമ്പകശ്ശേരി ഒന്ന് മാസമാണ്. അപ്പോൾ മാസം തൊട്ടടുത്ത് തന്നെ, ചെമ്പകശ്ശേരി തൊട്ടടുത്ത് തന്നെയാണ്. അതിൻ്റെ പിന്നിലായിട്ട് ഈ ഒരു തിയേറ്റർ വരിക മാസ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ, ഐ തിങ്ക് ഇതൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെയാണ് ബുക്ക് ചെയ്തത്. അവിടെ ചെന്നപ്പോഴത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗംഭീര തിരക്കായിരുന്നു. ആ തിരക്കെന്ന് വെച്ചാൽ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു മൂവി കാണാനായിട്ട്. എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ ആണ് ആ മൂവിയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് കാണാം, തിയേറ്ററിൽ ഫുള്ളായിരുന്നു, ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര ഭയങ്കര സംഭവമൊന്നും പറയാനില്ല. കുറച്ചൊക്കെ ചിരിക്കാനൊക്കെ ഉണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത്ര ഭയങ്കര ഹ്യൂമർ എന്ന് പറയാൻ മാത്രമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. അതിൻ്റെ ഒരു ഇൻ്റർവെൽ കഴിഞ്ഞതിന് ശേഷമൊക്കെ കുറച്ചൊക്കെ ഒരു സെൻറ്റി ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കരയിലും പിടിക്കലൊക്കെ ഉണ്ടായി. ഞാനും കരുതും ഇല്ലയെന്നില്ല. പക്ഷെ അത്ര ഭയങ്കര സംഭവമായിട്ടൊരു മൂവിയാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. അത് വേറെ കാര്യം. അത് കഴിഞ്ഞിട്ട് ഇത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നു. അപ്പം നമ്മൾ ഘോഷയാത്ര കാണാൻ വേണ്ടി പോകുന്നതാണ്. നമ്മൾ കൂടൽമാണിക്യത്തിൽ ആണ് നമ്മൾ പോയത്. അപ്പോൾ കണ്ടില്ലേ, നല്ല തിരക്കും അന്നുണ്ടായി. കാരണം ഘോഷയാത്രയാണല്ലോ, ഒബ്വിയസ്ലി ഒരുപാട് എന്താ പറയുക സെറ്റ് ഓഫ് ഒരു ഇതാണ്. വേറെ ഒരുപാട് സ്ഥലത്തുനിന്ന് ഇങ്ങനെ വരും കുട്ടികളൊക്കെ. കൃഷ്ണൻ്റെ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ ഫുൾ ഡേ ഇത് മറ്റേ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തായിട്ടുള്ള തിരക്കാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ല തിരക്കായിരുന്നു. വണ്ടി, നമ്മുടെ കാറൊന്നും ഇടാനുള്ള സ്ഥലം നമ്മൾ കിട്ടിയില്ല എന്നല്ല, പക്ഷേ ഈ ഒരു ഭാഗം, ഈ എന്താ പറയുക, ഡാണാവിന്ന് നേരെ കൂടൽമാണിക്യത്ത് പോകുന്ന വഴി നല്ല തിരക്കായിരുന്നു. അത്യാവശ്യം നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല, ഭയങ്കര തിരക്കുണ്ടായി. അപ്പോൾ ഞങ്ങൾ വേറെ ടേണിങ് എടുത്തിട്ടാണ് പോയത്. അതിനിടയിൽ ഞങ്ങളൊരു ഷോപ്പിൽ എന്താ പറയുക, നല്ല ഷർട്ടുകൾ കണ്ടു. അപ്പോൾ വിക്രമിന് ഷർട്ട് എടുക്കാം എന്ന് വെച്ചിട്ട് ഞങ്ങളങ്ങനെ കയറിയതാണ്. അപ്പോൾ അമ്പലത്തേക്ക് എത്തിയിട്ടില്ല, അതിന് മുന്നേ ഈ ഒരു ഷോപ്പ് കണ്ടപ്പോൾ, നല്ല ഷർട്ടുകളൊക്കെ കണ്ടപ്പോൾ ഒന്ന് കയറി. അപ്പോൾ മോനൊരു
അനുവിനൊരു എന്താ പറയുക ഒരു ക്യാപ്പ് വാങ്ങിച്ചു, ആൾക്കൊരു ഷർട്ട് വാങ്ങിച്ചു, എനിക്കൊരു വാച്ച് വാങ്ങിച്ചു. നല്ലൊരു ബ്ലാക്ക് വാച്ച്, ഇത്തിരി വലിപ്പമുള്ള എന്താ പറയുക ഇത്തിരി ബിഗ് ടൈപ്പായിട്ടുള്ള ഒരു വാച്ചസ് എനിക്കിഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു. സോ ഇതാണ് കൂടൽമാണിക്യത്തിൻ്റെ അവിടെ നിന്നിട്ടുള്ള വ്യൂ. നല്ല തിരക്കാണ്, അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. ഒരു സെറ്റ് ഓഫ് ഒരു ഘോഷയാത്രയാണ് ഈ വരുന്നത്, കണ്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായി. പക്ഷെ അങ്ങനെ ഭയങ്കര ക്രൗഡായിട്ട് നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാത്രം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഘോഷയാത്രയുടെ ഒരു ഭാഗം. പിന്നെ ഇതിൽ നമുക്ക് ഇത് വോയിസ് ഓവർ കൊടുക്കാൻ കാരണം മെയിനായിട്ട് ഈ ഒരു ഇതിലൊക്കെ ഒരുപാട് ഈ മൂവീസിലുള്ള സോങ്സുകളല്ല ഇവർ പ്ലേ ചെയ്യുക. കൃഷ്ണൻ ബേസ്ഡ് ഓൺ ആ ഒരു കൃഷ്ണൻ്റെ ഇതായ പാട്ടുകൾ ഒരുപാടുണ്ടല്ലോ. ഇപ്പോൾ നന്ദനത്തിലെ, അതുപോലെ ഒരുപാട് ലഗാൻ, അതിലൊക്കെ സോങ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അധികം ഇങ്ങനെയില്ല, കുറേയൊക്കെ വെയിറ്റിംഗ്. അങ്ങനെ നമുക്കിങ്ങനെ എന്താ പറയുക, ഓരോ ഘോഷയാത്രയും ഓരോ സെറ്റ് വരാൻ കുറച്ച് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തു. നമുക്ക് കുറേ നേരമൊക്കെ ഞങ്ങൾ കുറേ നേരം നിന്നു, ഇല്ല അതല്ല. കണ്ടോ, ഇത് വേറൊരു സെറ്റ് ഓഫ് ഘോഷയാത്രയാണ് നടക്കുന്നത്. പക്ഷെ എന്തായാലും നല്ല രസമുണ്ട്. കുട്ടികളൊക്കെ ഈ കൃഷ്ണൻ്റെ ഒരു ഇതൊക്കെ അണിയിച്ച്, രാധയുടെ വേഷങ്ങൾ അണിയിച്ച്, അതേപോലെ തന്നെ ഇടയിൽ ഡാൻസസും ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ കൃഷ്ണനും രാധയും കൂടിയുള്ള ഡാൻസുകൾ, അതൊന്നും എനിക്ക് ശരിക്കും കാണാനായിട്ട് പറ്റില്ല. ഒരുപാട് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ സെറ്റിൻ്റെയും ഡാൻസസ് ഓരോ ഭാഗത്തെത്തുമ്പോൾ ഇതിവിടെ ഡാൻസ് എന്തോ പരിപാടി നടക്കുന്നുണ്ടായി. പക്ഷേ എനിക്ക് ശരിക്കും കാണാനൊന്നും പറ്റുന്നുണ്ടായില്ല, നല്ല തിരക്കുണ്ടായി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓരോ സെറ്റ് വരുമ്പോൾ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ഉണ്ടാവും. ആ സ്റ്റോപ്പിന് അവിടെ അവർ ഓരോ സെറ്റുകാർ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവരൊന്ന് ഒരു ഐറ്റമൊക്കെ എന്തെങ്കിലും അവർ ഡാൻസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ കാഴ്ചകൾ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണാം കേട്ടോ. സോ വേറൊന്നുമില്ല, ഞാൻ കുറച്ചെടുത്തുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.